എൻ്റെ പേര് വിക്ടോറിയ. ഞാൻ കർണാടക ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി കൃപാസനത്തിനെക്കുറിച്ച് അറിയുന്നത് എൻ്റെ ആൻറ്റി വഴിയാണ്. എൻ്റെ ആൻറ്റി മംഗളും ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു, ഞങ്ങളിങ്ങനെ കൃപാസനത്തിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കൃപാസനത്തിനെക്കുറിച്ച് ഒരു ഐഡിയ എനിക്കില്ല, ഒന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പം അത് കേട്ടപ്പം എൻ്റെ ഉള്ളിൽ എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു, എനിക്കും കൂടി കൃപാസനത്തിൽ പോകണം. അപ്പം ഞാൻ എടുത്ത വായിക്കാൻ എൻ്റെ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി ഞാനും കൂടെ കൃപാസനത്തിൽ, ഞാനും എൻ്റെ കുടുംബവും കൃപാസനത്തിൽ എത്തിപ്പെടണം എന്ന് ഞങ്ങൾക്ക് വേണ്ടി ആൻറ്റി പ്രാർത്ഥിച്ചിട്ട് വരണം എന്ന് പറഞ്ഞു. ആൻറ്റി പറഞ്ഞു ഉറപ്പായും ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥന എനിക്ക് അയച്ചു തന്നു. അന്ന് മുതൽ ഞാൻ കൃപാസന പ്രാർത്ഥനകൾ ചൊല്ലാൻ തുടങ്ങി. ഞാനൊരു IT കമ്പനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂർ. അപ്പം അന്ന് മുതൽ ഞാൻ കൃപാസന പ്രാർത്ഥന തുടങ്ങി. ഇവിടെ വരണം എന്നുള്ളൊരു ആഗ്രഹം ഞാൻ മാതാവിനോട് പറയാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഇരിക്കെ എൻ്റെ മോള് pre-KG പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവൾ സ്കൂളിൽ ജോയിൻ ചെയ്ത അന്ന് മുതൽ എല്ലാ ആഴ്ചകളും 2 ദിവസമേ ക്ലാസ്സിൽ പോവുള്ളൂ. 3-ാമത്തെ ദിവസം പനിയുമായി വീട്ടിലോട്ട് വരും. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് വിഷമമായിരുന്നു. അപ്പം ഞാൻ കൃപാസനത്തിലോട്ട് വരണം എന്നൊരാഗ്രഹം മാത്രമേ ഞാൻ പ്രാർത്ഥനയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതുള്ളൂ. പക്ഷേ എന്നും ഞാൻ എൻ്റെ മോളുടെ പനി ഞാൻ പല ഡോക്ടറെ അടുത്ത് കാണിച്ചു, പല മരുന്നുകൾ കൊടുത്താലും അത് കുറയില്ലായിരുന്നു. 2 ദിവസം സ്കൂളിൽ പോകും, 3-ാമത്തെ ദിവസം അവൾക്ക് റെസിസ്റ്റൻസ് പവർ വളരെ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞു 7 ഇയേഴ്സ് വരുന്നത് വരെ ഇത് കണ്ടിന്യൂ ആവും, നിങ്ങൾ മരുന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ തീരുമാനം ഞാൻ കൃപാസനത്തിലോട് എന്ന് ഞാൻ എടുത്തു. അന്ന് മുതൽ ഇവളുടെ പനി പൂർണ്ണമായും സുഖമാകുകയും ചെയ്യും. പിന്നെ ഇവൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകാനും തുടങ്ങി. പക്ഷേ ഞാനത് നോട്ട് ചെയ്തില്ലായിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എനിക്കിത് മനസ്സിലായി, എൻ്റെ മോളെ മാതാവാണ് സുഖപ്പെടുത്തിയത് എന്നുള്ള ബോധ്യം എനിക്കും എൻ്റെ കുടുംബത്തിനും കിട്ടി. ഞങ്ങൾ അതിശയപ്പെട്ടു, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. അതായിരുന്നു മാതാവ് ഞങ്ങൾക്ക് ആദ്യമായി ചെയ്ത ഒരു അനുഗ്രഹം. രണ്ടാമത് എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ആൻറ്റി ഒരു നവംബർ മാസത്തിലാണ് കൃപാസനത്തിലോട്ട് വന്നത്. ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട് ബാംഗ്ലൂർ. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിപ്പെടുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും ഞങ്ങൾ ഡിസംബർ ആകുമ്പോൾ തന്നെ, ഡിസംബർ 2022 ഡിസംബറിൽ ഞങ്ങളും ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വരുന്ന മുമ്പ് തന്നെ എൻ്റെ ഹസ്ബൻഡിന് ഒരു അലർജിയുടെ അസുഖമുണ്ടായിരുന്നു. അപ്പം അലർജി പല മരുന്നുകൾ കൊടുത്തിട്ടും അത് ശരിയായില്ല. അപ്പം ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പം അവർ പല ടെസ്റ്റുകൾ എടുക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ടെസ്റ്റുകൾ എടുത്തുകൊണ്ടിരിക്കുമ്പം അവർ ക്യാൻസർ ടെസ്റ്റിനും കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് പേടിയുണ്ടായിരുന്നു. പക്ഷേ ടെസ്റ്റൊന്നും ഞങ്ങൾ എടുത്തില്ല. ഞാൻ ഇങ്ങോട്ട് വന്നു, ഉടമ്പടിയിൽ വെച്ചു. അങ്ങനെ ഒരു കുഴപ്പവും എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാവരുത് എന്ന് ഞാൻ പൂർണ്ണമായ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി കഴിഞ്ഞ് ആ ടെസ്റ്റ് എടുത്തപ്പോൾ അത് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അത് ജസ്റ്റ് അലർജിയുടെ അസുഖമായിരുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ട് വന്നപ്പം അച്ഛൻ്റെ പ്രാർത്ഥന ഞങ്ങൾ കൂടിയിരുന്നു. ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു മകൻ്റെ അലർജിയുടെ അസുഖം സുഖപ്പെടുത്തുന്നുണ്ടെന്ന് അച്ഛൻ പറഞ്ഞ ഉടനെ തന്നെ അത് എൻ്റെ ഹസ്ബൻഡിനെ പറഞ്ഞതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയും അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷെ അത് പൂർണ്ണമായി എൻ്റെ ഹസ്ബൻഡിനെ സുഖപ്പെട്ട് കിട്ടി. പിന്നെ മൂന്നാമത് എന്ന് പറയുന്നത് എൻ്റെ ജോലിയുടെ കാര്യമായിരുന്നു. എൻ്റെ ജോലി, ഞാൻ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ വേറെ ജോലി ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഒന്നും ശരിയാവാണ്ടിരിക്കുമായിരുന്നു. പിന്നെ എനിക്ക് ഒന്നാമത് മടിയുമായിരുന്നു. ചുമ്മാ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് എനിക്കധികം താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ, പക്ഷെ അത് നിയോഗമായി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് എനിക്കൊരു കോൾ വരികയും എൻ്റെ പ്രൊഫൈൽ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയും എനിക്ക് 100% ഹൈക്കോട് കൂടി എനിക്ക് പുതിയ ജോലി ലഭിക്കുകയും ചെയ്തു. അതിൽ എൻ്റെ മെറിറ്റ് ഒട്ടുമില്ല. അത് അമ്മ മാതാവിൻ്റെ ഗ്രേസ് മാത്രമേ അതിൽ വർക്കൗട്ട് ആയിട്ടുള്ളൂ എന്നുള്ളത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്. അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് ഈ ഇടയായിട്ട് ഡെങ്കു അഫക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. അവിടെ ഒരാൾ പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ആകുമെന്ന് പറയുമ്പം എനിക്ക് 2 കൊച്ചു പിള്ളേരുണ്ട്. അവരെ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അങ്ങനെ അഡ്മിറ്റ് ചെയ്യുമ്പം ഞങ്ങൾക്ക് കുറേ സഹായങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് വഴി ഞങ്ങളെ പിള്ളേരെ നോക്കി തന്നു. പിന്നെ ഹസ്ബൻഡിന് പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞ് വന്ന് 10,000 ലെവലിൽ വന്ന് നിന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഉടമ്പടി ഉപ്പിട്ടിട്ട് വെള്ളം കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ അവർ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു 10,000 താഴെ പോവുകയാണെങ്കിൽ നിങ്ങൾ ICUവിൽ മാറ്റണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഉടമ്പടി ഉപ്പിട്ട് വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തതിൻ്റെ ഫലമായിട്ട് 10,000 എന്നുള്ളത് അടുത്ത ദിവസം തന്നെ അത് കൂടുകയും പിന്നെ പ്ലേറ്റ്ലെറ്റ്സ് കണ്ടിന്യൂസ് ആയി ഇൻക്രീസ് ആവുകയും പൂർണ്ണ സുഖപ്പെടുകയും ചെയ്തു. അതേപോലെ എൻ്റെ ഹസ്ബൻഡിന് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുമ്പോൾ തന്നെ എൻ്റെ
എൻ്റെ മോൾക്കും ഡെങ്കു അഫക്റ്റായി. അങ്ങനെ അവൾ ഡെങ്കു അഫക്റ്റായി, അവൾ ഒരുപാട് അസ്വസ്ഥതകളും, ഡോക്ടർ പറഞ്ഞു അവൾക്ക് ഛർദിയോ വയറുവേദനയോ വരികയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം, എന്താണെന്ന് വെച്ചാൽ കൊച്ചുകുട്ടി ആയതുകൊണ്ട് റിസ്ക് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ അവൾക്ക് പെട്ടെന്ന് ഛർദിയും വയറുവേദനയും എല്ലാ അസുഖങ്ങളും വന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഇവിടുത്തെ ലൈവായിട്ടുള്ള ഉടമ്പടി ഇട്ട് പ്രാർത്ഥിക്കും. എൻ്റെ ഉടമ്പടി കാശുരൂപം അവളുടെ നെറ്റിയിൽ വെച്ച് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കൊച്ചിന് അമ്മമാതാവ് സുഖപ്പെടുത്തണം, എൻ്റെ കൊച്ചിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. എൻ്റെ ഹസ്ബൻഡിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കുറേ ട്രീറ്റ്മെൻറ്റ് കൊടുത്തതുപോലെ എൻ്റെ കൊച്ചിനും കൂടി അങ്ങനെ അമ്മ സമ്മതിക്കാൻ പാടില്ല. എൻ്റെ കൊച്ചിൻ്റെത് അമ്മ തന്നെ ഇപ്പം തന്നെ ഇവിടെ തന്നെ സുഖപ്പെടുത്തണമെന്ന് ഞാൻ പൂർണ്ണമായും മാതാവിനോട് പ്രാർത്ഥിച്ചു, കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റും അവൾക്ക് എടുത്തില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ അവളെ സുഖപ്പെടുത്തുകയും അവൾക്കൊരു ഇഞ്ചക്ഷനോ ഒരു മരുന്നോ ഒന്നും ദൈവം കുടിക്കാനോ കൊടുക്കാനോ അനുവദിച്ചില്ല. അവൾ തന്നെ സുഖപ്പെട്ടു വന്നു. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയായിരുന്നു. കുടുംബ പ്രാർത്ഥന എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചെല്ലണമെന്നുള്ളത്. പക്ഷെ അത് ഏതെങ്കിലും ഒരു വഴിയിൽ മുടങ്ങിപ്പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ എല്ലാ ദിവസങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ചെല്ലാറുണ്ട്. എന്താ വെച്ചാൽ അതിൽ എൻ്റെ അമ്മ മാതാവ് പ്രവർത്തിക്കും. എന്തൊരു സാഹചര്യം ആയാലും ഞങ്ങൾ കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല. അത് കറക്റ്റായിട്ട് ഇപ്പം ചെല്ലി വരുന്നുണ്ട്. ഇങ്ങനെ ഒന്നോ രണ്ടോ കാര്യങ്ങളല്ല, എല്ലാ ഉടമ്പടി എടുത്തത് മുതൽ ഈ നിമിഷം വരെയുള്ള കുറേ കാര്യങ്ങളിൽ അമ്മ മാതാവ് എൻ്റെ കുടുംബത്തിൽ ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെ കാര്യം മാതാവാണ് വഴി നടത്തുന്നത്. എല്ലാ കാര്യങ്ങളിലും അമ്മ മാതാവ് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്, വഴി നടത്തുന്നുണ്ട് എന്നുള്ളത് ഞാൻ അനുഭവിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ അച്ഛൻ്റെ എല്ലാ ആഴ്ചയും എല്ലാ ചൊവ്വാഴ്ചകളും ഞാൻ വർക്ക് ചെയ്യാറുണ്ട്. എന്നാലും ഞാൻ ഒരു ട്യൂസ്ഡേ പോലും ഞാൻ അച്ഛൻ്റെ ധ്യാനം ഞാൻ മിസ്സാക്കാറില്ല. അതേപോലെ എല്ലാ ദിവസം ഞാൻ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാറും ഉടമ്പടി എടുത്തേ പിന്നെ വിശുദ്ധ ബലി പൂർണ്ണമായി പങ്കെടുക്കാനുള്ള കഴിവ് എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അതേപോലെ 2 ആഴ്ച കൂടുമ്പം കുമ്പസാരിക്കാനും, കുമ്പസാരം എന്ന് പറയുന്നത് ആ കുമ്പസാരം അനുഭവപ്പെടാനും കുമ്പസാരത്തിൻ്റെ അനുഭവം എനിക്ക് ലഭിക്കാനും എനിക്ക് ഇടവന്നിട്ടുണ്ട്. നമ്മൾ കുമ്പസാരിച്ചിറങ്ങുമ്പം അതിൻ്റേതായ ഒരു അനുഭവമുണ്ട് ഉടമ്പടി എടുത്തേ പിന്നെ നമുക്ക് ലഭിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അതും ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഞാൻ എല്ലാ ആഴ്ചകളിലും പോയി ഭക്ഷണം കൊടുക്കുകയും പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുകയും പിന്നെ ഒരാഴ്ച വിട്ട് ഒരാഴ്ച ഞാൻ ക്യാൻസർ ഹോസ്പിറ്റലിൽ പോകുകയും അവിടെ പോയി അവിടെയുള്ള കൊച്ചു പിള്ളേരെയും അവിടെയുള്ള പേഷ്യൻസിനെയും കാണുകയും അവർക്ക് തൈലം വെച്ച് പ്രാർത്ഥിക്കുകയും അവർക്ക് നമ്മുടെ മാതാവിനോടും അക്രൈസ്തവരായി ഉള്ളവർക്ക് പോലും വിശ്വാസമുള്ളവരോട് ഞാൻ മാതാവിനെക്കുറിച്ച് പറയുകയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും നമ്മുടെ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും എല്ലാം ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് എത്തിയാൽ പോലും ഞാൻ ആരെയാണോ അന്ന് കാണുന്നത് അവർക്ക് വേണ്ടി ഞാൻ വിശുദ്ധ ബലിയിൽ പൂർണ്ണമായി സമർപ്പിച്ച് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുമുണ്ട്. ഇതുകൂടാതെ പല അനുഭവങ്ങളും ഞാൻ എൻ്റെ കുടുംബത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. I'll go before you, break down the bronze, cut through the bars of iron, I'll give you hidden treasures എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിയുന്ന ഒന്നാണ്. എൻ്റെ ദൈവം, എൻ്റെ അമ്മ മാതാവും ഈശോയും എൻ്റെ കുടുംബത്തിൽ വഴി നടത്തി വരുന്നതിന് ഞാൻ 1000 നന്ദി പറയുന്നു.